മോളെ ഞാന് ആകെ വലഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. 5 മാസം നിൽക്കാന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. അതിപ്പോ 5 ദിവസം നിൽക്കുമ്പോഴത്തേക്കും 5 വർഷം നിന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ ഒരുമാതിരി ഒരു ജയിലിന്റെ ഉള്ളിലൊക്കെ പിടിച്ചിടില്ലേ, അതാണ് അവസ്ഥ. എനിക്കാണെങ്കിൽ എന്റെ ഇഷ്ടത്തിനൊന്നും ചെയ്യാനും പറ്റില്ല. അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. എന്താ ചെയ്യാന്നൊന്നും പിടുത്തവും കിട്ടുന്നില്ല. ഈ കുഞ്ഞാണെങ്കിൽ ഇതാ ഒരു തവണ ഇതിന് കൊഞ്ചിച്ചതിന് 24 മണിക്കൂർ അച്ചമ്മ അച്ചമ്മ എന്നാണ്ട് എന്നെ നോക്കി ചിരിക്കും. എനിക്ക് അവരെ മുമ്പിൽ എടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? അതാണ് എനിക്ക് കൈ വേദനിച്ചിട്ട് എനിക്ക് ഇന്ന് എടുക്കാനും പറ്റുന്നില്ല. എടി ഇന്നലെ മൂത്രം ഒഴിച്ചു. ഇന്ന് രാവിലെ അപ്പിയിട്ടു എന്റെ മേത്ത്. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് മൂത്തിരിക്ക് ഒന്ന് വലുതായിട്ട് വരാന്ന് വിചാരിച്ചിരുന്നത്. എനിക്കറിയില്ല മോളെ എന്ത് ചെയ്യണമെന്ന്. നീ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് കണ്ടാ ഉരുത്തം കെട്ടതാണ്. അത് വിചാരിക്കുന്ന പോലെയല്ല. നീ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് അമ്മേനെ ഒന്ന് വിളിക്ക്. നിനക്ക് വയ്യാന്നോ അല്ലെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് മുമ്പ് എന്നെ ഒന്ന് രക്ഷിക്കാൻ നോക്കണേ ഇവിടുന്ന്. ഇല്ല, എനിക്ക് നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു വന്നതല്ലേ. നീ പറയും. ശരി, ആയിക്കോട്ടെ. ഏത് കഷ്ടകാലത്തിനാണാവോ ദൈവമേ ഒരു വളയും മോഹിച്ച് എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്. ഇവിടെ ഇരിക്കും കുഞ്ഞെ. അച്ഛന്മാരെ നടുവും ഇതൊക്കെ ഓടിക്കോ അവിടുന്ന് പോകുമ്പോഴത്തേക്കും. ഇരിക്കവിടെ എടുക്കാനും പേടി മൂത്രം ഒഴിക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇരിക്കും. കളിച്ച അമ്മയ്ക്ക് എന്തായാലും കുറച്ചു ദിവസം കൂടെ നിൽക്കായിരുന്നു ഇവിടെ. ഞങ്ങളെ അമ്മേനും കൂടെ കൂടി ഒരു ഷോപ്പിങ്ങിന് പോകണം, ഒരു മാലയൊക്കെ വാങ്ങി തരണം ഞങ്ങൾ വിചാരിച്ചേക്കായിരുന്നു. ഹേയ്, മാലയോ? അതൊന്നും വേണ്ട മോനെ. ഞാനേ ഓരോരുത്തരെ പോലെ ഇങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ച് വന്നൊന്നും അല്ല. എന്റെ മക്കളോട് എനിക്കൊരു കടമ ചെയ്യാനുണ്ട്. അത് ചെയ്തു തരാൻ വേണ്ടി ഞാൻ നിന്നു ചെയ്തു. ഇതപ്പൊ തിരിച്ചു പോകണം. പിന്നെ അമ്മ 5 ദിവസം നിന്നില്ലെങ്കിലും ഒരു 5 വർഷത്തേക്കുള്ള കാര്യങ്ങൾ ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഭാവിയിൽ എന്തായാലും ഗുണം ചെയ്യും. പിന്നെ മോളെ, അമ്മ പോണതുകൊണ്ട് മോള് വിഷമമൊന്നും വിചാരിക്കരുത്. ഞാൻ പോണെന്ന് വിചാരിച്ചതേ അല്ല. നിന്നെയും കുഞ്ഞിനെയും വന്ന് നിന്നിട്ട് ഒരു 5-8 മാസം നന്നായിട്ട് നോക്കണം. പൊന്നു പോലെ നോക്കണം. ഞാനിങ്ങനെ കൊതിച്ചിരുന്നതാ. അവക്കിപ്പോ ഞാനവിടെ ഇല്ലാണ്ട് പറ്റില്ല. എന്ത് ചെയ്യാ, അമ്മയായി പോയില്ലേ. എല്ലാ മക്കളുടെ അടുത്ത് ഓടി ഓടി എത്തിയിട്ട് ഇങ്ങനെ കടമ നിറവേറ്റിക്കൊണ്ടിരിക്കണ്ടേ. അതുകൊണ്ട് മാത്രം പോകുന്നതാട്ടോ. എന്നാ അമ്മ വാ, ഞാൻ കൊണ്ടുവിടാ. അത് വേണ്ട, അമ്മ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഒരു ഓട്ടോ പിടിച്ചാ പോരെ, അവിടെ എത്തില്ലേ. മോളെയും കുഞ്ഞിന്റെ അടുത്തേ നീ വേണം അവിടെ. അവരെ നോക്കണ്ടേ. ശരി മക്കളെ, എന്നാ അമ്മ ഇറങ്ങട്ടെ. എന്നാ ശരി മക്കളെ. ശരി. പിന്നെ ഞാനില്ലാത്ത കുറവ് ആ കുഞ്ഞുമാവിക്ക് ഉണ്ടാക്കരുതേ.